ജനറൽ ജേക്കബ് തരകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. അടുത്തത് എന്താകും പാകിസ്ഥാന്റെ നീക്കം, ഇന്ത്യയുടെ പ്രതിരോധം, ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്നൊക്കെ ഉറ്റുനോക്കുന്ന സമയത്ത് മുംബൈയിൽ നിന്നും അമൃത്സറിൽ നിന്നുമൊക്കെ വരുന്നത് കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ്. ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രതയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യം എന്നാണോ വിലയിരുത്തുന്നത്? നമ്മളുടെ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവലോകനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ആവശ്യങ്ങളാണ്. ഒന്ന്, രാജ്യം ഒട്ടുക്കും നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം. കാരണം അവരുടെ സ്ലീപ്പർ സെൽസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവല്ല, അത് ആക്ടിവേറ്റ് ആക്കാം. കാരണം കൺവെൻഷണൽ ആയിട്ടുള്ള, അതായത് സാധാരണ മിലിറ്ററി സൈനികമായ നടപടികൾക്ക് അവർക്ക് മറുപടി തരാൻ ഒക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു അസിമെട്രിക് വാർഫെയറിന്റെ ഭാഗമായിട്ട് പലയിടത്തും എന്തെങ്കിലുമൊക്കെ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തള്ളിക്കളയാനാകത്തില്ല. എന്ന് പറഞ്ഞ് നമ്മൾ അധികം അങ്ങ് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ജനജീവിതം സാധാരണ പോലെ തന്നെ തുടരണം. പക്ഷെ പാകിസ്ഥാന്റെ എന്തായിരിക്കും നീക്കം എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ പറ്റി നമുക്ക് പറയാൻ നോക്കും, ഇത് കഴിയുമ്പോൾ ഇതായിരിക്കും, അത് സീക്വൻഷ്യലായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ലോജിക്കില്ല, വിവേകമില്ല, വിവേചനമില്ല, ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു പേ പിടിച്ച രാജ്യമെന്ന് തന്നെ പറയാം. ഞാൻ രാജ്യത്തെ മാത്രം കുറ്റം പറയുകയല്ല, അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർക്കും ഒക്കെ മാനസിക വിഭ്രാന്തിലാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ തെളിവ്. കാരണം നമ്മളുടെ ദേശത്തിന്റെ ഫസ്റ്റ് റെസ്പോൺസ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വക്താവ് വളരെ ക്ലിയർ ആയിട്ട്, വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണ്, ഇത് നിങ്ങൾ അടിച്ചതിന് തിരിച്ചടിയാണ്, ഇവിടം കൊണ്ട് നിങ്ങൾ പാഠം പഠിച്ചാൽ ഇനി ഞങ്ങൾ മുമ്പോട്ട് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നല്ല വാക്കിൽ സൗമ്യമായി പറഞ്ഞാൽ മനസ്സിലാകാത്ത വ്യക്തികളോട് നമ്മൾ സാമം സ്നേഹവും ഭേദവും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ദണ്ഡം മാത്രമേ ഒക്കത്തുള്ളൂ. അത് പഠിക്കുന്നത് വരെ അടിച്ചേ വെക്കൂ. അവര് എന്ത് ചെയ്താലും അതിന് മറുപടി കൊടുത്തേ മതിയാകൂ, അല്ലാതെ ഒക്കത്തില്ല. ഇത് നിർത്തേണ്ടത് തുടങ്ങിയത് പാകിസ്ഥാനാണ്, നിർത്തേണ്ടത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ക്വസ്റ്റ്യന്റെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യും? പേ പിടിച്ച പട്ടി എങ്ങോട്ട് പോകുമെന്ന് പട്ടിക്ക് പോലും അറിയാൻ വയ്യല്ലോ. അവസാനം അതിന്റെ അന്ത്യം വരെയാണ് ഇങ്ങനെ ഓടി നടക്കും, കടിക്കാൻ നോക്കും, അടികൊള്ളും. അതല്ലാതെ ഇതിന് വേറെ ഒരു ഉദാഹരണം എനിക്ക് പറയാനില്ല. ഈ അത്തരം അങ്ങനെ മാത്രം കണക്കാക്കിയാൽ മതിയോ പാകിസ്ഥാനെ എന്നുള്ളതാണ്. ഇന്നലെ ഇന്ത്യ തലയ്ക്കാണ് അടിച്ചത്, കറാച്ചിയിലും ലാഹോറിലും സിയാൽകോട്ടിലുമൊക്കെ. എന്നിട്ടും രാവിലെ ഷെല്ലാക്രമണം നടത്തുന്നു, ഉറിയിൽ ഷെല്ലാക്രമണം നടത്തുന്നു. അവിടെ നിന്ന് വീണ്ടും ഡെത്ത് അലർട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വെറുതെ കുറയ്ക്കുന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഒരു കൊളാറ്ററൽ ഡാമേജ് ഇന്ത്യക്ക് ഉണ്ടാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കൂടി ഇതിനൊപ്പം നടത്തി വരികയല്ലേ? ആക്ച്വലി ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാന്റെ വ്യോമാക്രമണം, അതായത് മിസൈൽ കൂടാണെങ്കിലും പ്ലെയിനിൽ കൂടാണെങ്കിലും ഡ്രോണിൽ കൂടെ ആണെങ്കിലും അത് വിഫലമാണ്. അത് കാര്യം അതിനെല്ലാം നമ്മളുടെ എയർ ഡിഫൻസ് ആയിട്ടുള്ള നമ്മളുടെ സുരക്ഷാ വലയം അതിനെല്ലാം വായുവിൽ തന്നെ തകർക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സാധാരണഗതിയിൽ അവർ 10ഓ 15ഓ ഇടുമ്പോൾ 1ഓ 2ഓ എങ്കിലും വീഴേണ്ടതാണ്. ഇത് 100% നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുകയും അതിൽ നിന്ന് ഒരു ആഘാതവും ഉണ്ടാകാതെ നമ്മൾ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒക്കുന്നത് ആർട്ടിലറി ഷെല്ലിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് വെപ്പൺ ഷെല്ലിംഗ് ആണ് ഒക്കുന്നത്. അത് സാധാരണയായി ഓരോ ഷെല്ല് വീഴും. അതിന് കൗണ്ടർ ചെയ്യാനുള്ള മാർഗം ഇല്ലാത്തത് കൊണ്ടല്ല, അതിന് അർത്ഥമില്ല. കാരണം അതിന് വലിയ ടാർഗറ്റ് ലക്ഷ്യമാണ് മേലിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ക്രോസ് ബോർഡർ ഫയറിംഗ് തുടരും. പക്ഷെ ഇതിന്റെ കൂടെ ഞാൻ ഒന്നുകൂടെ നമ്മളുടെ ശ്രോതാക്കളോട് പറയേണ്ടത്, അവരുടെ LC ഫയറിംഗിന്റെ 10 മടങ്ങാണ് ഇന്ത്യ എപ്പോഴും പണ്ടും എന്നും എനിക്കറിയാവുന്ന എന്റെ എക്സ്പീരിയൻസിലൊക്കെ അവിടുന്ന് ഒരു ഫയറിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ അതിന് മറുപടി ഭയങ്കരമാണ്. എന്റെ അറിവിൽ അവരുടെ പല ഹെഡ്ക്വാർട്ടേഴ്സും ബോർഡറിലുള്ള പല അവരുടെ ബങ്കേഴ്സും ഒക്കെ പോസ്റ്റൊക്കെ തകർന്നു കഴിഞ്ഞു. എന്നാലും അവർ ചെയ്യും, അതിന് വ്യാപിപ്പിക്കാൻ നോക്കും. നേരത്തെ LCയിലായിരുന്നു, ഇപ്പം അവർ പതുക്കെ IBയിലോട്ട് കൊണ്ടുവരികയാണ്. അവർക്കതേ ഒക്കത്തുള്ളൂ, അവർ ചെയ്തേ ഒക്കൂ.
അത് അവസാനം വരെ അവർ ചെയ്ത് അത് മുടിഞ്ഞു പോകുന്നത് വരെ അവർ ചെയ്യും. അതാണ് ലാസ്റ്റ് വിഷം. അത് തീരുന്നത് വരെ പാമ്പ് ചീറ്റുമല്ലോ. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇനി വിഷം തീരണം. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന അത്രയും സജ്ജീകരണം ഇന്ത്യയുടെ സേനാ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നും കൂടി വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴല്ലേ. കാരണം ഈ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കാൻ കഴിയുന്ന സുദർശന ചക്രം തൊട്ട് ഇങ്ങോട്ട് നാവികസേനയുടെ സന്നാഹങ്ങൾ വരെ ഇതുവരെ കണ്ട ഇന്ത്യയല്ല ഇത് എന്ന് പാകിസ്ഥാനും ഒരുപക്ഷെ ചൈന പോലും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ, അല്ലേ? നല്ലൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിനകത്ത് രണ്ട് ഭാഗമായിട്ട് ഞാൻ ഉത്തരം തരട്ടെ. നമ്മളെ സന്നാഹങ്ങൾ ഒന്നും ഒരിക്കലും കുറവല്ലായിരുന്നു. അതായത് പണ്ടും നമ്മളെപ്പോഴും നമ്മളുടെ സൈന്യം എപ്പോഴും ഒരു അറ്റാക്കിനോ അല്ലെങ്കിൽ ഡിഫൻസിനോ തയ്യാറായിരിക്കും, എപ്പോഴും എന്നും. വ്യത്യാസമുള്ളത് ക്രോസിംഗ് ദി ത്രഷോൾഡ്, അതായത് നമ്മളുടെ ക്ഷമയുടെ നെല്ലിപ്പടി നമ്മൾ കാണുന്നത് എപ്പോഴാണ്. ഉറിയിലെ അറ്റാക്ക് നമ്മളുടെ ഒരു റെസ്പോൺസ് ഷാലോ അറ്റാക്ക് ആയിരുന്നു. അതായത് നമ്മളുടെ ഒരു കമാൻഡോ ടീം പോയി അവിടെ പോയി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു വന്നു. POK-യിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീർ ഭാഗങ്ങളിൽ പോയി ചെയ്തിട്ട് തിരിച്ചു വന്നു. നമ്മളുടെ ത്രഷോൾഡ് നമ്മൾ പറഞ്ഞു ഓക്കെ ഫൈൻ, ഇതാണ്. അടുത്തത് അവർ പുൽവാമയിൽ അറ്റാക്ക് ചെയ്ത് പകരം നമ്മൾ ബാലാക്കോട്ടിൽ എയറിൽ അന്നും നമ്മളുടെ പ്ലെയിൻ ഒന്നും ക്രോസ് ചെയ്തില്ല. നമ്മൾ സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്കാണ് ചെയ്തത്. അത് നമ്മൾ ചെയ്തത് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഏരിയയിലാണ്. എന്നിട്ടും പാഠം പഠിക്കാതെ അവർ പിന്നെയും ഇത് ചെയ്തപ്പോൾ രണ്ട് കാര്യമുണ്ടായി. ഒന്ന്, നമ്മളുടെ റെസ്പോൺസിന്റെ തീവ്രത കൂട്ടി, വ്യാപ്തി കൂട്ടി, ദൂരം കൂട്ടി. ഇതാണ് റാച്ചറ്റിംഗ് അപ്പ് എന്ന് ഞാൻ സാധാരണ പറയാറുള്ളത്. അതായത് അതിന്റെ പിരിയുടെ മുറുക്കം കൂട്ടുന്നതാണ്. അത് അവർക്ക് മനസ്സിലായില്ല. ഒന്ന്. രണ്ട്, ഇന്ന് വരെ അല്ലെങ്കിൽ 22-ാം തീയതി വരെ പാകിസ്ഥാൻ എപ്പോഴും ഈ അവരുടെ മിലിറ്ററിയും അവരുടെ ടെററിസ്റ്റും തമ്മിൽ എപ്പോഴും അകലം കാണിക്കുമായിരുന്നു. എല്ലാവർക്കും അറിയാം അവരുടെ എക്സ്റ്റെൻഡഡ് മിലിറ്ററിയാണ് ടെററിസ്റ്റ് എന്നുള്ളത്. പക്ഷെ എന്നാലും അവർ പറയും ഞങ്ങൾക്കറിയാൻ വയ്യ, അത് നോൺ സ്റ്റേറ്റ് ആക്ടർ ആണെന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ നോക്കും. അത് ഇന്ത്യ ഇപ്രാവശ്യം സമ്മതിച്ചില്ല. നമ്മൾ ആരോടും പ്രൂഫ് കാണിക്കാൻ നിന്നില്ല, ആരോടും തെളിവിന് നിന്നില്ല, ആരെയും നമ്മൾ കൺവിൻസ് ചെയ്യാൻ നിന്നില്ല. പക്ഷേ ആക്ട് ഓഫ് ടെറർ ഈസ് ആക്ട് ഓഫ് വാർ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുകയും നമ്മളുടെ ക്ഷമയുടെ നെല്ലിപ്പടി ഓൾറെഡി എത്തിയത് കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അറ്റാക്ക് തിരിച്ചു കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുമ്പം പ്ലാനിങ്ങിന് സമയമെടുക്കും. അതാണ് ഈ 10-14 ദിവസം എടുത്തത്. എന്നിട്ട് കൊടുക്കേണ്ടതുപോലെ കണക്കിന് കൊടുക്കേണ്ടതുപോലെ കൊടുത്തു എന്ന് തന്നെ പറയണം. അതാണ് നമ്മളുടെ ത്രഷോൾഡ് നമ്മൾ പെട്ടെന്ന് ക്രോസ് ചെയ്തു. നമ്മളുടെ റെസ്പോൺസിന്റെ തീവ്രത കൂട്ടി, അതിന്റെ വ്യാപ്തി കൂട്ടി, അതിന്റെ തീഷ്ണത കൂട്ടി. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴും ഈ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലേക്കുള്ള ആക്രമണങ്ങൾ ഇന്നലെ രാജസ്ഥാനിലും പഞ്ചാബിലും ഒക്കെ ഇന്ന് രാവിലെ പോലും ആ നീണ്ടു നിൽക്കുന്ന ഒരു ആശങ്കയ്ക്കൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നോ അത് അവിടെയുള്ള സൈനിക കേന്ദ്രങ്ങളായിരുന്നോ എന്നുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടോ? സ്വാഭാവികമായിട്ടും എയർഫോഴ്സ് കേന്ദ്രത്തിന് തൊട്ടടുത്ത് വെച്ചിട്ടായിരുന്നു രാജസ്ഥാൻ ഫലോഡിയിലൊക്കെ ആക്രമണം ഉണ്ടായത്. ഇതെന്താണ് പാകിസ്ഥാൻ ഇന്നലത്തെ ആക്രമണങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്? സാധാരണക്കാർക്ക് നേരെ തന്നെ എന്ന് ആണോ? അല്ല, നമ്മളുടെ രണ്ട് കാര്യം കൂട്ടി വായിക്കണം. നമ്മളുടെ ആദ്യത്തെ റെസ്പോൺസ് പാകിസ്ഥാനിൽ ഉള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെയാണ്. നമ്മൾ ഭീകരർക്കെതിരെയാണ് നമ്മൾ തുടങ്ങിയത്. അത് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് ഭീകരന്മാർക്ക് എതിരെയാണ് നടത്തുന്നത്, ഭീകരർക്ക് നിങ്ങളത് കൂട്ടരുതെന്ന് പറഞ്ഞു. നമ്മളുടെ ഇവിടെ ഭീകരന്മാരില്ലല്ലോ. നമ്മളുടെ ഇവിടെ ഭീകര സൈന്യങ്ങളോ ഭീകര കേന്ദ്രങ്ങളോ ഒന്നുമില്ല. അപ്പൊ പാകിസ്ഥാനിൽ തിരിച്ചടിക്കാനുള്ളത് ആരെയാണ്? ഏറ്റവും എളുപ്പം അടിക്കാനുള്ളത് ഇന്ത്യയിൽ എവിടെ അടിച്ചാലും സിവിലിയൻസ് ഉണ്ട്. ഇതിനകത്ത് വേറെ ഒരു സംഭവം, പണ്ടൊക്കെ പാകിസ്ഥാൻ അറ്റാക്ക് തിരിച്ചു ചെയ്യുമ്പോൾ നോർമലി ആർമി, എയർഫോഴ്സ്, നേവി അങ്ങനെ ആ സൈന്യത്തിന്റെ കേന്ദ്രത്തിലേക്കായിരിക്കും. ഇപ്രാവശ്യം അവർക്ക് തന്നെ വലിയൊരു അടി പറ്റിയത് കാശ്മീരിലെ ജനത അവർക്കെതിരെ പ്രക്ഷോഭണം കാണിച്ചു. കാശ്മീരിൽ അത് അവർക്ക് വലിയ അടിയായി. അതുകൊണ്ടാണ് ഇപ്രാവശ്യം അത് ഒത്തിരി സിവിലിയൻസിനെതിരെയും അവർ ഫയർ ചെയ്യുന്നത്. പിന്നെ പീസ് ഏരിയ ഐബിലോട്ട് അത് വീഴ്ത്തിയേ മതിയാവും അവർക്ക്. അവർ നേരത്തെ LC എന്നുള്ള ഏരിയ മാറ്റി IBയിലേക്കും അവർ അറ്റാക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിന് മറുപടി അവർക്ക് കിട്ടുകയും ചെയ്യും. അതിന് സംശയമൊന്നും വേണ്ട.
ഇനിയിപ്പോൾ പാകിസ്ഥാനിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അവിടെ ഒരു സൈനിക അട്ടിമറി ഉണ്ടാകുമോ എന്നുകൂടി ഉറ്റുനോക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അസീം മുനീർ രാജിവെച്ചു, കസ്റ്റഡിയിലാണ്, ഇങ്ങനെ ഇതൊന്നും സ്ഥിരീകരിക്കുന്ന വാർത്തകളല്ല. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സൈനിക അട്ടിമറിയുടെ ചരിത്രമുള്ള ഭരണകൂടമാണ്. ഇമ്രാൻഖാന്റെ അനുയായികളൊക്കെ ഇപ്പോൾ പ്രതിഷേധവുമായി മുദ്രാവാക്യവുമായി തെരുവിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒരു തലമാറട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ കടക്കും പാകിസ്ഥാനിൽ എന്ന് കരുതാമോ? അത് ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കുമോ? ആദ്യമേ തന്നെ അഭ്യൂഹങ്ങൾക്കും അല്ലെങ്കിൽ ഗോസിപ്പിനും അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡയ്ക്കും ഒന്നും ഇപ്പൊ നമ്മൾ വില കൊടുക്കരുത്. ഫസ്റ്റ് കാഷ്വാലിറ്റി ഇൻ എ കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ഇസ് ട്രൂത്ത്. അതായത് ആദ്യത്തെ ഫേറ്റൽ കാഷ്വാലിറ്റി സത്യത്തിനാണ്. അതുകൊണ്ട് ഇതൊന്നും ഇപ്പം നമ്മൾ വിലക്കെടുക്കരുത്, മുഖവിലക്കെടുക്കരുത്. പക്ഷെ നടന്നാൽ നന്ന്. പക്ഷെ ഇതിന്റെ കൂടെ എനിക്കൊരു കോഷൻ കൂടി ഒന്ന് ഞാൻ ആൾക്കാരെ പറയട്ടെ. അവിടെ ആര് വന്നാലും, ഇമ്രാൻഖാൻ അല്ല ഇനി ആര് വന്നാലും, അവരെല്ലാവരും ആന്റി ഇന്ത്യയാണ്. അവരുടെ ബ്ലഡ്, അവരുടെ ചോരയും നീരും ആത്മാവും ഇന്ത്യ വിരുദ്ധ ശ്വാസമാണ് അവരുടേത്. അതാര് വന്നാലും. പിന്നെ തലമാറ്റം വന്നാൽ കുറച്ചും കൂടെ അവിടെ പ്രശ്നങ്ങൾ കൂടും. അതാണ് ഞാൻ ഇന്നലെ ഒരു ചാനൽ കൊടുത്ത അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞത്. പാകിസ്ഥാൻ എന്ന് നമ്മൾ ഇന്ന് കാണുന്ന പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഇന്നലെ വരെ കണ്ട പാകിസ്ഥാൻ, അതിന്റെ ജോഗ്രഫി മാറുവാൻ ഇത് കഴിയുമ്പോഴത്തേക്ക് ചാൻസ് ഉണ്ട്. കാര്യം ഓൾറെഡി ബലൂചിസ്ഥാനിൽ കലാപങ്ങൾ, ആഭ്യന്തര കലാപം തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സന്തോഷമായിരിക്കും ഇത് കഴിയുമ്പോഴത്തേക്ക് ബലൂചിസ്ഥാൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറി UN ഞങ്ങൾ വേറെ രാജ്യമാണെന്ന് പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ. വളരെയധികം നന്ദി. വലിയ വിശകലനം കൂടിയാണ് ജനറൽ ജേക്കബ് തരകൻ നടത്തിയത്. നന്ദി ന്യൂസ് 8 പ്രതികരിച്ചതിന്.